ചോര വരെ തണുത്തുറഞ്ഞു പോകുന്ന കൂട്ടക്കൊല. എടുത്തു വളർത്തിയ വെല്ലുമ്മയെയും ഉമ്മയെയും വല്യച്ഛനെയും കൊച്ചനിയനെയും സ്നേഹിച്ച പെണ്ണിനെയും ഒക്കെ ചുറ്റിക കൊണ്ട് തല തകർത്ത് കൊല്ലാൻ മാത്രം ഒരു 23-കാരന് എങ്ങനെയാണ് കഴിയുക? കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത കാരണം ഒരു 23-കാരൻ ഇത്രയും നിഷ്ഠൂരമായ ക്രൂരകൃത്യം ചെയ്യുമോ? ഇത്ര പേരെ കയ്യറപ്പില്ലാതെ കൊന്നുതള്ളി ഷർട്ടും മാറി പോലീസ് സ്റ്റേഷനിലെത്തി ഞാനാണ് ഇത് ചെയ്തതെന്ന് പറയാൻ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് പറ്റുക? വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫാന്റെ മൊഴിയിൽ ഒന്നടങ്കം വൈരുദ്ധ്യമാണ്. പണമാണോ, പ്രണയമാണോ, അതോ ലഹരിയാണോ കാരണം, അതോ ഇനി മറ്റു വല്ലതുമാണോ? സത്യം പറയാൻ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമി അതീവ ഗുരുതരാവസ്ഥയിലുമാണ്. അതീവ വൈകാരികതയിലും നടക്കുന്ന കൊലപാതകങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇതിനെ പെടുത്താൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ കുറെ പേരെ കൊന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് മറ്റൊരു വീട്ടിൽ പോയി അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നു. എന്തുകൊണ്ട് കൊന്നു എന്നതല്ല, ഈ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ശരിയായ ചോദ്യം. പോലീസിന്റെ അന്വേഷണത്തിന് അത് തെളിയിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ സ്വാധീനമാണോ കാരണം, അതോ ഇനി മാധ്യമങ്ങളിൽ തുടരെ ഇത്രയേറെ ക്രൈം വാർത്തകൾ വരുന്നതാണോ കാരണം? അതും നിയന്ത്രിക്കണമോ? കാതലായ തെറ്റ് എവിടെയോ ഉണ്ട്, തിരുത്തിയേ പറ്റൂ സമൂഹം.